ഇന്ന് മോർണിംഗ് എണീറ്റ് വന്നപ്പോഴത്തേനും ലേറ്റ് ആയിപ്പോയി. അപ്പോഴത്തേനും ഒരു പാഴ്സൽ കൊണ്ടുവന്ന് പുറത്തിട്ടിട്ട് പോയി. അയാൾ കഥകിനെ 2 കൊട്ട് കൂട്ടിയിട്ടാണ് പോയത്. കാര്യം ഞാൻ കിച്ചണിൽ നിൽക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഇതുപോലെ ഒരു പാഴ്സൽ, ഷെയ്നിന്റെ പാഴ്സൽ പുറത്ത് ഇതുപോലെ കൊണ്ടിട്ടിട്ട് പോയി. ഷെയ്നിന്റെ കൂടുതലും ഡെലിവറി ചെയ്യുന്നത് എവറി ആണ് കേട്ടോ. മോശം എന്ന് പറഞ്ഞാൽ മോശം, അതുപോലെ അവിടെ കൊണ്ടിട്ട് പോയി. ഞാൻ മിക്കപ്പോഴും ജനൽ ഓപ്പൺ ആക്കി ഇടാറുണ്ട് കിച്ചണിൻ്റെ, അപ്പോൾ അതിലൂടെ അകത്തിടാൻ പറ്റും. പക്ഷേ അയാൾ അവിടെ ഇട്ടില്ല, പുറത്ത് കൊണ്ടുവച്ചിട്ട് അതിന്റെ ഫോട്ടോ ഇട്ടിരുന്നു. പക്ഷെ ആർക്കും ഇത് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കും കിട്ടില്ല, നെയ്ബേഴ്സിനും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. ഞാനിപ്പോൾ കംപ്ലൈന്റ് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് അവെയർ ആയിരിക്കണം. വിക്ടോറിയ സീക്രട്ടിൽ കുറെ ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചധികം സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇന്നവെയറും പിന്നെ ബോഡി ലോഷനും ബോഡി സ്പ്രേ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഉണ്ടല്ലോ റെഡി ആയിട്ട് സിറ്റി സെന്ററിലോട്ട് പോയി. നേരെ ഹോം ബാർഗൻസിലാണ് പോയത്. ഇപ്പൊ എനിക്ക് ഹോം ബാർഗൻസിൽ കയറി കഴിയുമ്പോൾ ഒരു തരം പേര്. ലാസ്റ്റ് ഞാൻ വന്നപ്പോഴത്തേനും എന്റെ കയ്യിൽ നിന്ന് ഒരു കപ്പ് പൊട്ടി പോയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാവരും എന്നെ നോക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് ഒരു സ്റ്റാഫ് വന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ പേ ചെയ്യാൻ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് കോവൻട്രി മാർക്കറ്റിലോട്ടാണ് കേട്ടോ. കുറച്ച് മീൻ മേടിക്കണം. മീൻ കഴിച്ചിട്ട് കുറച്ച് നാളെ മേടിച്ചത് തിലാപ്പിയാണ്. തിലാപ്പിയ എൻ്റെ ഫേവറേറ്റ് മീനാണ്. പിന്നെ കുറച്ച് അഫോർഡബിൾ ആണ് ബാക്കിയുള്ള അതിനെ. പിന്നെ നേരെ പോയത് എൻ്റെ ഐബ്രോ ത്രെഡ് ചെയ്യാൻ വേണ്ടി. അവിടെ കുറച്ച് നേരം ഞാൻ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കാര്യം ബുക്ക് ചെയ്യാതാണ്. ത്രെഡ് ചെയ്തിട്ട് നേരെ പോയിട്ട് എനിക്ക് കോൺ കടിക്കാൻ തോന്നി. അങ്ങനെ ഒരു ചീസ് കോൺ മേടിച്ച് തട്ടി. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. അപ്പം പിരിവെടുത്തപ്പോഴത്തേനും കണ്ണെല്ലാം നിറഞ്ഞു ഒരുമാതിരി ആയിരിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത് അനിയൻ സോർ ക്രീം കോണാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ചീസ് കോൺ ട്രൈ ചെയ്യുന്നത്. ചീസ് ക്രീം കോൺ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അത് കഴിഞ്ഞൊരു ഓട്ടമായിരുന്നു എൻ്റെ ബസ് പിടിക്കാൻ. ഈ ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ബസ് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. പിന്നെ നേരെ ചെന്ന് കുക്കിങ്ങിന് കയറി. നല്ല രീതിയിൽ ഞാൻ വാഷ് ചെയ്തെടുത്തു കേട്ടോ, ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ. ഇനി കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യുകയും കുറച്ചെടുത്ത് കറി വെക്കുകയും നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട്. അതാണ് എൻ്റെ പ്ലാൻ. കറി ഇങ്ങനെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചൺ നോക്കണ്ട, കിച്ചൺ വളരെ അലമ്പായിരിക്കും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ. എൻ്റെ അമ്മ എപ്പോഴും പറയും ഇങ്ങനെ ഇട്ടിട്ടാണോ കിച്ചൺ കുക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്കിതാണ് എളുപ്പം. ഞാൻ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനമാണ് കിച്ചൺ ക്ലീൻ ചെയ്യാറ്. ഇനി ഞാൻ നടത്തിയത് ഒരു ആഡംബരമായ കുക്കിംഗ് ആണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മെഴുക്ക് വരട്ടി, ദാല് കറി, അതുപോലെ മീൻ ഫ്രൈ, കുടംപുളി ഇട്ട മീൻ കറി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഞാൻ ചോറ് കഴിച്ചിട്ട് എൻ്റെ ഡയറ്റിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഫുഡൊക്കെ തട്ടി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കൊറിയോ ചെയ്യാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പാട്ടിന് കൊറിയോ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം ഞാൻ എണീറ്റ് ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്തൊരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അത്ര ബൈ.